നമസ്കാരം ആർ പി. ഇസ്ലാമിക മേഖലയിൽ സംഘർഷം തുടങ്ങിയിട്ട് കുറച്ചധികം നാളെ. കാരണം ഈ റമദാൻ മാസം എനിക്ക് തോന്നുന്നു ഇസ്ലാമിക ലോകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിൻ്റെ കൂടി ഒരു മാസമാണ്. പ്രത്യേകിച്ചും പാകിസ്ഥാനെ സംബന്ധിച്ചിട്ട് ഒരു കാരണവുമില്ലാതെ അഫ്ഗാനിസ്ഥാൻ്റെ നെഞ്ചത്തോട്ട് കുതിര കയറാൻ പോയി തിരിച്ച് കണക്കിന് കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ പ്രശ്നം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റു രാജ്യം നേരത്തെ ഇന്ത്യക്കെതിരെയാണ്, ഇനി ഇന്ത്യക്കെതിരെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാകിസ്ഥാൻ പൊടിഞ്ഞു പോകുമെന്ന് അവർക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ നെഞ്ചത്തോട്ടാണ് കയറ്റം. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം? അല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ നടന്ന ഈ ആക്രമണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ മുഴുവൻ യുദ്ധ കുറ്റവാളികളായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ രാജ്യത്തെ സൈന്യത്തെയെങ്കിലും യുദ്ധ കുറ്റവാളികളായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുന്ന അതിനീചമായ ഒരു കൃത്യമാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ ഗൾഫ് മേഖലയിൽ നടക്കുന്ന സംഘർഷം, ഇറാൻ ഒരു വശത്തും ഗൾഫ് രാജ്യങ്ങൾ മറുവശത്ത്, ഇസ്രായേലും അമേരിക്കയും മറുവശത്ത്, അങ്ങനെ ആ യുദ്ധത്തിൽ ലോകം ശ്രദ്ധിക്കുമ്പോൾ നടത്തുന്ന ഒരു വലിയ നരനായാട്ടാണ് ഇന്നലെ അഫ്ഗാനിസ്ഥാനിൽ നടന്നത്. ഹരി സൂചിപ്പിച്ച പോലെ റംദാൻ മാസത്തിൽ ഈ പറയുന്ന അവരുടെ വ്രതം അത് മുറിച്ച ശേഷം, ഇഫ്താറൊക്കെ കഴിഞ്ഞ് ജനങ്ങൾ നിൽക്കുന്ന സമയത്താണ് അവിടുത്തെ ഒരു ആശുപത്രിയിൽ, അതും പ്രത്യേകിച്ച് മയക്കുമരുന്നിന് അടിമകളായ ചെറുപ്പക്കാരെ പുതുജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആശുപത്രിയുടെ മുകളിൽ ഈ പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. 400 പേര് മരിച്ചു എന്നാണ് പറയുന്നത്. 408, 410 എന്നൊക്കെ കണക്ക് പറയുന്നുണ്ട്. 250ഓളം ആൾക്കാർക്ക് വലിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട്. അതായത് യഥാർത്ഥത്തിൽ ഇന്നലെ അഫ്ഗാനിസ്ഥാൻ സർക്കാരിൻ്റെ വക്താവ് അദ്ദേഹം ട്വിറ്ററിൽ, ഇപ്പോഴത്തെ എക്സിൽ അദ്ദേഹം കുറിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വപ്നങ്ങളുടെ കശാപ്പ് ശാല എന്നാണ് ഈ ആശുപത്രി ആക്രമണത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. കാരണം ചെറുപ്പക്കാരായി ഈ പറയുന്ന ഡ്രഗ്സിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിക്ക് മുകളിലാണ് ഈ ബോംബ് സ്ഫോടനം ഉണ്ടായത്. ഹരി പറഞ്ഞ പോലെ റംസാൻ മാസത്തിൽ സാധാരണഗതിയിൽ ഇസ്ലാമിക രാജ്യങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടില്ല എന്നുള്ള ഒരു കീഴ്വഴക്കം പണ്ടേ ഉണ്ട്. പക്ഷേ അതുപോലും കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഈ രണ്ട് മേഖലകളിലും ഇപ്പോൾ യുദ്ധം നടക്കുന്നത്. അതെ, തീർച്ചയായും ഇത് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ സാമ്പത്തിക മേഖല പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. അവിടെ 42% തീവ്രവാദത്തിൻ്റെ അളവ് 42% കഴിഞ്ഞ കാലയളവിൽ വർദ്ധിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച സാമ്പത്തിക മേഖല തകർന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തും സഹായം ലഭിക്കുന്നില്ല. ഇപ്പോൾ ചൈനയുടെ ഭാഗത്ത് കിട്ടിക്കൊണ്ടിരുന്ന സഹായം കിട്ടുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് പൗരന്മാർക്ക് പ്രത്യേകിച്ച് ഒരു സുരക്ഷയുമില്ല. പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് യാതൊരു തരത്തിലുള്ള ഉറപ്പും പറയാൻ പറ്റില്ല. ആ ഒരു രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. പല പ്രോജക്റ്റുകൾക്കകത്തും വെച്ചിട്ട് ഇവർ നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഇതിനകത്ത് ഒരു വളരെ കൃത്യമായിട്ട് ഒരു കാര്യം ഞാൻ പറയാം. ഈ ഭീകരവാദത്തെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ ഒരു സർക്കാർ മുന്നോട്ടിറങ്ങരുത്. അത് ഏത് രാജ്യത്തിനുമുള്ള പാഠമാണ്. ഇപ്പോൾ ഭാരതത്തിൽ തന്നെ നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം. ഭാരതത്തിൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം എങ്ങനെയാണ് സിഖ് തീവ്രവാദം ഇവിടെ ഉണ്ടായതെന്ന്. വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ അതിൻ്റെ അവസാനം രക്തസാക്ഷി ആയതാരാണ്, ആരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്, അതും നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് തീ കൊണ്ടുള്ള കളിയാണെന്ന് മാത്രമല്ല, ഭസ്മാസുരന്മാരെ സൃഷ്ടിക്കുന്ന പണിയാണ്. നേരത്തെ ഇപ്പോൾ ഹരി സൂചിപ്പിച്ച പോലെ പാകിസ്ഥാനിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിയിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും. അവിടുത്തെ സർക്കാരും അവിടുത്തെ സൈന്യവുമാണ് പ്രതികൾ. അവർ ഇപ്പോഴും ഭാരത വിരോധത്തെ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഇവർ ഈ അഫ്ഗാനിസ്ഥാനിൽ കാണിക്കുന്നത് മുഴുവൻ ഭാരതത്തോടുള്ള വിരോധമാണ്. കാരണം ഭാരതത്തിന് നേരെ ചെയ്യാൻ പറ്റുന്നില്ല. അഫ്ഗാനിസ്ഥാനോടുള്ള വിരോധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പൂർണ്ണമായിട്ട് ഇപ്പോൾ ഭാരതത്തോടൊപ്പമാണെന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ കേൾക്കുമ്പോൾ ആർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ദേഷ്യമുണ്ട്. 90കളുടെ തുടക്കത്തിൽ യഥാർത്ഥത്തിൽ താലിബാൻ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. അതിനുശേഷം 2021 താലിബാൻ അധികാരത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അന്നും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് പാകിസ്ഥാനാണ്. കാരണം ഭാരതത്തിനെതിരെ പ്രവർത്തിക്കാൻ മറ്റൊരു താവളം കൂടെ കിട്ടിയിരിക്കുന്നു. ഭാരതത്തിൻ്റെ നിരവധി പ്രോജക്റ്റുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ അവിടെ നിന്ന് ഭാരതത്തെ ഓടിക്കാം. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഭാരതം എന്നുള്ള ആ ഒരു ഫോക്കസാണ്. അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ തിരിച്ചടിക്കുമ്പോൾ, പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നേരെ തിരിച്ചടിക്കുമ്പോൾ പാകിസ്ഥാൻ സഹിക്കുന്നില്ല. അഫ്ഗാനിസ്ഥാനിൽ ഇതുപോലെ ഒരു വലിയ സൈന്യമൊന്നുമില്ല. അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള താലിബാൻ്റെ പ്രവർത്തകരും താലിബാൻ്റെ ഈ തീവ്രവാദികളും ഒക്കെയാണ് പാകിസ്ഥാനെതിരെ അടിക്കുന്നത്. പാകിസ്ഥാന് വ്യവസ്ഥാപിതമായ ഒരു സൈന്യമുണ്ട്.
പക്ഷേ എന്നിട്ട് പോലും അഫ്ഗാൻ സൈന്യം പിടിച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ മേൽ വലിയ നഷ്ടമുണ്ടാക്കാനും അഫ്ഗാനിസ്ഥാന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ മുതൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ വലിയ സംഘർഷം നടക്കുകയാണ്, നിരവധി ആൾക്കാർ മരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പകരം വീട്ടലാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പക്ഷേ അത് അതിക്രൂരമായ ഒരു യുദ്ധ കുറ്റകൃത്യമാണ്. കാരണം സാധാരണക്കാർക്ക് നേരത്തെയും സിവിലിയൻസിന് നേരെ പാകിസ്ഥാൻ ആർമി അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ആശുപത്രി കെട്ടിടമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിപ്പോൾ പാലസ്തീനിലെ ഒരു ആശുപത്രി എന്നും പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ എന്തോ ഒരു പ്രൊപ്പഗൻഡ ആയിരുന്നു അല്ലേ? ഇല്ല, ഇസ്രായേൽ ആക്രമിച്ചു. അത് ആക്രമിച്ചതിൻ്റെ പിന്നിൽ ആ ആശുപത്രികളുടെ ഒക്കെ കീഴിൽ തുരങ്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആ തുരങ്കങ്ങളിൽ ജൂത തടവുകാരെ ഇവർ പാർപ്പിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ കൃത്യമായിട്ടുണ്ട്. ഇതങ്ങനെയൊന്നുമല്ല, മാനസികാരോഗ്യ കേന്ദ്രമായ ഒരു ആശുപത്രിക്ക് നേരെയാണ് പാകിസ്ഥാൻ സൈന്യം ഈ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഇത്തരം ഒരു അവിടെ ഏതെങ്കിലും രീതിയിൽ ആ യുവാക്കൾ മയക്കുമരുന്നിന് അടിമപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് കൂടി പാകിസ്ഥാനുണ്ട്. കാരണം ഈ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും അധികം മയക്കുമരുന്ന് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്ന് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട ഒരു വരുമാനമാണിത്. ഒപ്പിയം പോലുള്ള കാര്യങ്ങളിൽ ഏറ്റവും അധികം കൃഷി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്ന് പാകിസ്ഥാനാണ്. അവിടെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഡോക്യുമെൻ്ററീസ് തന്നെ വന്നിട്ടുണ്ട്. അതെ അതെ, അല്ലെ, എല്ലാ അർത്ഥത്തിലും തീവ്രവാദ ഫാക്ടറി തന്നെയാണ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാനെ ഇത് അഫക്റ്റ് ചെയ്തു തുടങ്ങി. ഇപ്പോൾ പാകിസ്ഥാൻ്റെ സ്വന്തം രാജ്യത്ത് തീ പിടിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ അവിടുത്തെ സ്വന്തം ജനങ്ങൾ പോലും സുരക്ഷിതരല്ല. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ, 90കളുടെ തുടക്കത്തിൽ താലിബാനെ ഉണ്ടാക്കിയെടുത്തതിൽ ഒരു മുഖ്യ പങ്ക് പാകിസ്ഥാനാണ്. ആ താലിബാനാണ്, തെഹ്രീക്കെ താലിബാനാണ് പെഷാവറിൽ ഒരു സ്കൂൾ ആക്രമിച്ച് എത്ര കുട്ടികളാണ്, 149 കുട്ടികളെ കൊന്നത് 2004. അന്നെങ്കിലും ഇവർ പാഠം പഠിക്കേണ്ടതാണ്. പക്ഷെ ഇവർ പാഠം പഠിക്കാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരേതെങ്കിലും ഒരു കാലത്ത് എങ്ങനെയെങ്കിലും ഒരു കാലത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി ഭാരതം എന്ന രാജ്യത്തെ ഇല്ലാതാക്കാമെന്ന് സ്വപ്നം കണ്ട് കഴിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊരിക്കലും ഈ തീവ്രവാദത്തെ മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ തന്നെ ഭീഷണിയും അത് അവരുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കിയിട്ടും അവർ ഇതാണ് കാണിക്കുന്നത്. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഈ പറയുന്ന പാകിസ്ഥാനിലെ മിക്കവാറും എല്ലാ രാഷ്ട്രീയക്കാരുടെയും എല്ലാ സൈനിക മേധാവികളുടെയും ഫാമിലിയൊക്കെ വളരെ സുരക്ഷിതമാണ്. എല്ലാവരും പുറത്താണ്, ആരും അകത്തില്ല. എല്ലാവർക്കും പുറത്ത്, രാജ്യത്തിന് പുറത്ത് സ്വത്തും വീടും ബാങ്ക് ബാലൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അനുഭവിക്കുന്ന സാധാരണക്കാരാവുന്നത് അവർക്കൊരു പ്രശ്നമല്ല. പക്ഷേ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട പ്രധാന കാര്യം, ഇത് പാലസ്തീൻ അല്ലാത്തതുകൊണ്ട് കേരളത്തിൽ പോലും ഒരാളും ഇത് അറിഞ്ഞതായിട്ട് ഭാവിച്ചിട്ടില്ല. നമ്മുടെ മാധ്യമങ്ങൾ പോലും ഇത് കാര്യമായിട്ട്, തൊട്ടയൽപക്കത്ത് നടന്ന ഈ വലിയ ആക്രമണത്തെ, 100-400ഓളം ചെറുപ്പക്കാർ കൊല്ലപ്പെട്ട ഒരാക്രമണത്തെ ഒരക്ഷരം മിണ്ടുന്നില്ല ആൾക്കാർ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ വാർത്തയായിട്ട് അത് തീർക്കുകയാണ്. അതേസമയത്ത് മറുവശത്ത് ഇസ്രായേൽ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു പുകിൽ. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഈ സംഘർഷം ഒരു പോയിന്റ് ഓഫ് നോ റിട്ടേണിൽ എത്തിയിരിക്കുന്നു. ഇനി അത് ഒരു തിരിച്ചുപോക്ക് ഈ അടുത്ത കാലത്ത് എങ്ങും സാധ്യമല്ല. തുർക്കി, ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ, സൗദി അറേബ്യ ഒക്കെ ഇതിനിടയിൽ ഇവർക്കിടയിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് പോലും അത് വിജയിക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും ബദ്ധ ശത്രുക്കളായി മാറുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.